അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ആർമീസ്? അപ്പൊ ഇതാണ് നമ്മുടെ നായികയുടെ പേര് ശിവ എന്നാണ്. നമ്മുടെ ശിവ റെഡിയായി താഴോട്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോ അവരുടെ ചേട്ടനും അമ്മയും അച്ഛനും എല്ലാവരും ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ശിവയുടെ ചേട്ടൻ ദക്ഷ്. വീട്ടിലെല്ലാവരും അപ്പു എന്നാണ് വിളിക്കുക. നീ ഇതെങ്ങോട്ടാ ഈ രാവിലെ തന്നെ പോണത്? ഞാൻ ആദ്യേട്ടന്റെ വീട്ടിൽ പോവാ. ഇത്ര രാവിലെ തന്നെ നീ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അപ്പോ മോള് പോവാണെങ്കിൽ പൊക്കോട്ടെ. നമ്മള് ഈ ഫുഡ് കഴിച്ചിട്ട് എങ്ങാനും പോവും. വേണ്ട അച്ഛ, ഞാൻ ആദ്യേട്ടന്റെ അടുത്തുനിന്ന് കഴിച്ചോളാം. ഞാൻ പോവാ. ശരി എന്നാ. ഈ പെണ്ണിന്റെ ഒരു കാര്യം, ഒരു പക കഴിച്ചിട്ടില്ല ഇന്നലെ തൊട്ട്. അതെന്താടി അങ്ങനെ ഒരു ചോദ്യം? നീ ഇന്നലെ കൂടി കണ്ടതല്ലേ? ആ നീയോ എന്താ രാവിലെ തന്നെ ഇങ്ങോട്ട്? അതിനങ്ങനെ വിളിക്കണമെങ്കിൽ ഒരാളോട് സമ്മതിക്കണ്ടേ? അതൊക്കെ സമ്മതിച്ചോളൂ. നീ അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ. ഓ ആയിക്കോട്ടെ മേഡം, ഇനി അങ്ങനെ തന്നെ വിളിക്കാം. കണ്ടില്ലല്ലോ. അവനവിടെ ഉറങ്ങുവാ മോള്. കോളേജിൽ അഡ്മിഷൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ അതിന്റെ തിരക്കൊക്കെ കാരണം നല്ല ക്ഷീണം ഉണ്ടാവുന്നു. ഈ ചായ ആർക്കുള്ളത് അമ്മായി? അത് അവൻ എടുത്തതാ മോളെ. എന്ന് ഞാൻ കൊണ്ട് കൊടുക്കട്ടെ അമ്മായി? ഓ ആയിക്കോട്ടെ, മോള് കൊണ്ട് കൊടുത്തിട്ട് വാ. ചെല്ലു. നിന്നോട് ആരാടി എന്റെ റൂമിൽ കയറാൻ പറഞ്ഞത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്റെ റൂമിൽ കയറരുതെന്ന്. ഞാനല്ലാതെ പിന്നെ വേറെ ആര് കയറാനാ ഈ റൂമില്? എന്താടി പറഞ്ഞു? കേട്ടില്ല. ഒന്നുമില്ല, ചായ കുടിക്കുന്നു. ഇത് നീ ഇട്ട ചായയാണോ? അല്ല. അങ്ങനെ അല്ലെങ്കിൽ കുടിക്കാം, ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട. അതൊക്കെ പോട്ടെ. ദേവേട്ട, ഞാൻ വേറൊരു കാര്യം പറയാൻ കൂടി വന്നത്. എന്ത് കാര്യം? ഞാൻ PGക്ക് ആദ്യത്തെ കോളേജിലാണ് ചേരുന്നത്. MA ഇംഗ്ലീഷിന്. നിന്നെ കൊണ്ടൊക്കെ നടക്കൂ? ഡിഗ്രി തന്നെ നീ എങ്ങനെയാ പാസ് ചെയ്യുന്നത്? ദൈവം തമ്പുരാനെ അറിയത്തുള്ളൂ. അത് ഞാൻ ഡിഗ്രി പഠിച്ച കോളേജിലെ പ്രൊഫസർ കൊള്ളിലായിരുന്നു. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ, ആദ്യമായിട്ടല്ലേ ഇവിടുത്തെ പ്രൊഫസർ. അപ്പൊ ഞാൻ നന്നായിട്ട് പഠിക്കും. നന്നായിട്ട് പഠിച്ചാൽ നിനക്ക് കൊണ്ടാവും. അല്ല, ഞാൻ ആദ്യമായിട്ട് കോളേജിൽ ചേരേണ്ടത് പറഞ്ഞിട്ട് ആദ്യമായിട്ട് എന്തോ ഒരു സന്തോഷമില്ലാത്ത. നീ എന്റെ കോളേജിൽ ചേരുന്നതിന് ഞാൻ എന്തിനാണ് സന്തോഷിക്കുന്നത്? നല്ല കഥ. ഞാൻ ആദ്യമായിട്ട് കോളേജിൽ വരുന്നതിന് ആദ്യം ചെറുതായിട്ടൊക്കെ ഒന്ന് സന്തോഷിക്കാം. ഒന്ന് പോയേടെ പിന്നെ, എനിക്കെന്ത് സന്തോഷം? എനിക്ക് വേറെ പണിയുണ്ട്, മാറങ്ങോട്ട്. എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ്. ഞാൻ ഉറപ്പായിട്ട് കോളേജിൽ വന്ന് നിനക്കുള്ളതെന്ന് പറയിപ്പിക്കും. നോക്കിക്കോ. ഹലോ, ഇവിടെ ആരും ഇല്ലേ? എന്റെ പൊന്നും മോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എവിടെയാണോ കാണാനില്ല അങ്ങോട്ട് ഇപ്പൊ. നിന്റെ പൊന്നു മോൾ ഇവിടെ തന്നെ ഉണ്ടടാ. ഞങ്ങൾ എവിടെയും കൊണ്ടുപോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടാവുക. ഏയ് ചായ ഒന്നും വേണ്ടടി. ഞാനേ നമ്മുടെ ആദിമോനെ കാണാൻ വേണ്ടി വന്നതാ. ആദ്യം വരുന്നു അമ്മ. ഇത് വരുവാ. അമ്മാവനായിരുന്നു. എന്താ അമ്മാവ? അവന് നിന്നോട് എന്തോ കാര്യം പറയാനുണ്ടെന്ന്, അതാ വിളിച്ചത്. എന്താ അമ്മാവ പറഞ്ഞു? എന്താ കാര്യം?
അതെ, മോന്റെ കോളേജില് അവൾക്ക് PG ചെയ്യണം എന്നൊരു ആഗ്രഹം. എന്നിട്ട് ആ പെണ്ണ് വന്നപ്പോ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ഈ പെണ്ണിന്റെ ഒരു കാര്യം, ആവശ്യമുള്ള ഒരു കാര്യം പറയത്തില്ല. അപ്പോൾ ഏത് കോഴ്സാണ് അവൾ എടുക്കുന്നത്? MA ഇംഗ്ലീഷാന്നൊക്കെയാ പറഞ്ഞത്. എന്ത് കണ്ടിട്ടാണോ MA ഇംഗ്ലീഷ് എടുത്തതെന്ന് എനിക്കറിയാൻ പാടില്ല. ഡിഗ്രി പോലും ജസ്റ്റ് പാസ്സായി. മോനറിയാലോ, അവൾക്ക് നല്ല മടിയാണ് പഠിക്കാന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് മോനുള്ളതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. അവൾ എന്ത് കുരുത്തക്കേട് ഒപ്പിച്ചാലും മോന് വീട്ടിൽ വന്ന് പറഞ്ഞോളണം. ഞാൻ ശ്രദ്ധിച്ചോളാം, അമ്മ പേടിക്കണ്ട. നീ എന്താ പെണ്ണെ ഇതുവരെ ആയിട്ട് ഒന്നും പറയാഞ്ഞേ? അവന്റെ കോളേജിൽ ചേർന്ന് നിന്ന് അച്ഛനെല്ലാം പറഞ്ഞല്ലേ? ഞാൻ അത് സർപ്രൈസ് ആക്കി വെച്ചതായിരുന്നു. ഈ അച്ഛന്റെ ഒരു കാര്യം. സച്ചുമോനിപ്പോ അവിടെ തന്നെയല്ലേ പഠിക്കുന്നേ? ഏത് വർഷമായിരുന്നൂടാ? അതെ അമ്മ, ഞാനിപ്പോ 3rd ഇയറാ. ഈ വർഷം 3rd ഇയറാ. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങാം. നമ്മളെ നമുക്ക് പോകാം. ഞാനിപ്പോ വരുന്നില്ല അച്ഛാ, ഞാൻ കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ. അച്ഛൻ പൊക്കും. ബൈ. എടാ, എനിക്ക് ബോറടിക്കുന്നു. നമുക്ക് എന്തെങ്കിലും കളിച്ചാലോ? ഇന്ന് കളി കളിക്കും. ലൂഡോ കളിക്കാം. ലൂഡോ കളിക്കാം നമുക്ക്. വാ, ഏട്ടൻ വരുന്നോ ഏട്ടൻ കളിക്കാൻ? ഞാനൊന്നുമില്ല. കുഞ്ഞു കുട്ടികളെ കളിക്കുന്ന കളി കളിച്ചുകൊണ്ടിരിക്കുക. രണ്ടെണ്ണം കൂടി. ഒരാള് ഡിഗ്രിക്കും ഒരാള് PGക്കും. നല്ല കഥ. എനിക്ക് ഇഷ്ടപ്പെടുത്തില്ല. ഞാൻ എന്തെങ്കിലും വിളിച്ച് പറയും. എന്ത് ചെയ്യാനാടി, ജന്മന അങ്ങനെ ആയിപ്പോയി. ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. രണ്ടും കൂടി എന്റെ മോനെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ, ശരിയാക്കും ഞാൻ രണ്ടിനെ. അയ്യേട്ടാ, മോനോടൊന്ന് സ്നേഹം തുളുമ്പുന്ന നോക്ക്. എന്നോടില്ലല്ലോ ഈ സ്നേഹമൊന്നും. അതേടാ, സ്നേഹം തുളുമ്പും. നിനക്ക് എന്താ അടക്കം? പോയടാ പോയടാ. അതെ, ഞങ്ങള് പോവാ. പടി, നമുക്ക് പോയി ലുഡോ കളിക്കാം. മോളെ ശിവ, മോളെ ശിവ. ഞങ്ങളിവിടെ ഉണ്ട് അമ്മായി. ഇങ്ങോട്ട് വാ. ഡൈനിങ് ടേബിളിന്റെ അവിടെ. ആഹാ, നിങ്ങൾ ഇവിടെ ഇരിക്കോ? നേരത്തെ എത്തിയോ? പിന്നല്ലാണ്ട് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല, കഴിക്കുക. നിങ്ങൾ കഴിക്കേ, ഞാനേ അവനെ പോയി വിളിച്ചിട്ട് വരാം. അമ്മായി എവിടെ ഇരുന്നോ? ഞാൻ പോയി വിളിച്ചോണ്ട് വന്നോളാം ആ ചേട്ടനെ. നീ ഒന്ന് സമാധാനപ്പെടു പെണ്ണെ, അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം. എന്നാലും എനിക്ക് പേടിയാണെന്നോ. ഞാൻ ഇനി എന്താ ചെയ്യാ? നീ ഒന്നൊന്ന് ടെൻഷൻ ആവണ്ട, ഞാൻ ഉണ്ടല്ലോ. നീ പേടിക്കാതിരിക്കും. ഓക്കെ, നീ ഫോൺ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്റെ റൂമിൽ കഥകൾ നോക്കി അത് കയറെടുത്തെന്ന്? ആരായിരുന്നു ആദ്യത്തെ കോളില്? അതെന്നാത്തിനാ നീ അറിയുന്ന? അതൊക്കെ അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. എന്താണാവോ മാഡത്തിന്റെ ഒരു അവകാശം ഒന്ന് പറഞ്ഞാട്ടെ, ഞാനൊന്ന് കേക്കട്ടെ. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. അതേട്ടാ, ഞാൻ വന്ന് ഫുഡ് കഴിക്കാൻ വിളിക്കാനാ. വാ അങ്ങോട്ട്. വാ കഴിക്കാൻ പോ. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. എന്നാലും അതാരായിരിക്കും? നീ വരുന്നില്ലേ? എന്നെ വിളിക്കാൻ വന്നിട്ട് അവൾ അവിടെ തന്നെ ഇരിക്കുക. അങ്ങോട്ട് വാടി. എന്നാ അമ്മായി, ഞാൻ ഇറങ്ങുവാണേ. ശരി എന്നാ, ഇനി നാളെ കാണാം. ഓ ശരി, ഓൾ ദി ബെസ്റ്റ് മോളെ. നന്നായി പഠിക്കണം കേട്ടോ. അമ്മായി, ഞാൻ പഠിച്ചോളാം. എടാ സഞ്ജു, ഞാൻ ഇറങ്ങുവാണേ. ബൈ. ഓ ആയിക്കോട്ടെ ഏട്ടത്തി. എടാ പോടാ. അല്ല, ഏട്ടനോട് പറയുന്നില്ലേ ഇന്ന്? അയ്യോ, അത് ഞാൻ മറന്നു. ഞാൻ പോയി പറഞ്ഞേച്ച് വേഗം വരാവേ. എടി പോടി, ഇങ്ങോട്ട് കയറി വാ. ഇതെന്ത് കഷ്ടം. ചോദിച്ചിട്ട് പറയാനും പ്രശ്നം, ചോദിച്ചില്ലെങ്കിലും പ്രശ്നം. ഞാൻ ഇറങ്ങുവാണേ ആദ്യത്താ. ഇനി നാളെ കാണാം. എന്റെ ചിത്ര നേരത്തെ പോണേ. അപ്പൊ ഞാൻ പോവണ്ടേ? എന്നാ ഞാനിവിടെ കിടക്കാം. അതൊന്നും വേണ്ട, വീട്ടിൽ പടി. അതെ, ഞാൻ ഒരു ഫയല് തന്നു വിടാം. അത് അമ്മാവനൊന്ന് കൊടുത്തേക്ക്. എന്നാ ശരി, നാളെ കോളേജിൽ കാണാം. എല്ലാവരും എനിക്ക് ഓൾ ദി ബെസ്റ്റ് ഒക്കെ തന്നായിരുന്നു. അതിനൊക്കെ ഞാനെന്താ വേണ്ട? അയ്യോ, ഒന്നും തരണ്ട. ഞാൻ പോവാ. ശിവ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ആദിയേട്ടാ. ഈ പെണ്ണിന്റെ ഒരു കാര്യം.
എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടമായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കി ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇടാൻ നോക്കുന്നതായിരിക്കും. എനിക്കറിയാം ഇത് കുറച്ചുള്ളൂന്ന്, പക്ഷെ എനിക്കിത് ഇടണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് ഇട്ടത്. അപ്പൊ ഇനി വരുന്ന പാട്ടില് ഏകദേശം കുറച്ചും കൂടി ലെങ്ത് കൂട്ടാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, ഇഷ്ടപ്പെട്ട് കഴിയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.